റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ അങ്കണവാടികളിലെ സിലബസ് പരിഷ്കരിക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് ആധുനിക സാങ്കേതിക വിദ്യകൾ അടക്കം ഉൾപ്പെടുത്തിയാകും സിലബസ് തയ്യാറാക്കുക. വനിതാ ശിശു വികസന വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് പരിഷ്കരണം. സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന വിദഗ്ധ സമിതിയുടെ നിർദ്ദേശങ്ങളും പരിഗണിക്കും. 2015 അവസാനമായി അങ്കണവാടികളിലെ പാഠ്യപദ്ധതി പരിഷ്കരിച്ചത്. അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ സിലബസ് പഠിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുറേ കാലമായി വനിതാ ശിശുക്ഷേമ വകുപ്പ് സിലബസ് പരിഷ്കരണത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മളത് നടത്തിക്കൊണ്ടിരിക്കുന്നു. പരിഷ്കരണത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ ഡിസംബറോടുകൂടി അത് പൂർത്തിയാക്കി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അംഗൻവാടി ജീവനക്കാർക്ക് പരിശീലനം നൽകി അടുത്ത അക്കാഡമിക് ഇയറോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങൾ പുതിയ പാഠ്യ പദ്ധതിയിലൂടെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് വകുപ്പിന്റെ തീരുമാനം. അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. വനിതാ ശിശുക്ഷേമ ഡയറക്ടറുടെ നേതൃത്വത്തിൽ തന്നെയാണ് കൺസേൺഡ് ഓഫീസേഴ്സ് എല്ലാവരും അതിൽ പങ്കാളികളാവുന്നുണ്ട്. വകുപ്പ് മന്ത്രിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ധരാണ് ഇത് തയ്യാറാക്കുന്നത്. സാന്ത്വന സജു വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സാന്ത്വന, പറഞ്ഞപ്പോൾ ഈ വാർത്ത വന്നപ്പോഴാണ് അറിയുന്നത്. ഇപ്പൊ നോക്കൂ, ഏറ്റവും അവസാനം ഈ സിലബസ് പരിഷ്കരിക്കപ്പെട്ടത് 2015 11 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 6ഉം 60ഉം ഒരുമിച്ച് ഡിജിറ്റൽ സാക്ഷരത നേടിക്കഴിഞ്ഞ 10 വർഷമാണ് കടന്നുപോയത്. കുട്ടികളൊക്കെ നേരിട്ട് ടാബിലേക്കും യൂട്യൂബിലേക്കും ഒക്കെ അവിടെ നിന്ന് വിദ്യാഭ്യാസം ആരംഭിക്കുന്ന സമയമാണ്. വൈഫൈ പാസ്വേഡ് ചോദിക്കുന്ന കുട്ടികളോട് പറഞ്ഞു തന്നെ തുടങ്ങണമെന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ സ്വാഭാവികമായും വൈകിയ പരിഷ്കരണമാണ്. അതേ മധു, നമ്മൾ സാധാരണമായി സ്കൂളിലെ സിലബസ് പരിഷ്കരിക്കുന്നു, അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികളുടെ സിലബസ് പരിഷ്കരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് പൊതുവെ നൽകാറുള്ളത്. കാരണം ഈ മധു സൂചിപ്പിച്ചത് തന്നെയാണ്, കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പരിഷ്കരണം, പ്രത്യേകിച്ച് അംഗൻവാടി വിദ്യാർത്ഥികളുടെ ഒന്നും തന്നെ സിലബസ് പരിഷ്കരണം നടന്നിട്ടില്ല എന്നുള്ളതാണ്. 2015 മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാനം ഇതിന്റെ സിലബസ് പരിഷ്കരണം നടന്നത്. 10 വർഷം കൊണ്ട് വലിയ മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ മാറി, അതുപോലെ തന്നെ നമ്മുടെ സാങ്കേതിക വിദ്യകൾ മാറി, കുട്ടികൾ ഇടപഴകുന്ന ഒരു മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയർ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി പരിഷ്കരിക്കപ്പെടേണ്ടത് അവരുടെ സിലബസ് ആണ്. കുറെ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു വരികയായിരുന്നു. എന്തായാലും ഇപ്പോൾ അതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയായ ബിന്ദുകൃഷ്ണ റിപ്പോർട്ടറിനോട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരിക. അതിന്റെ ചർച്ചകളും മറ്റുമൊക്കെ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ഒരു സിലബസ് പരിഷ്കരണം എന്നുള്ളതാണ് ലക്ഷ്യം. കുട്ടികൾ പ്രത്യേകിച്ച് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ, അംഗൻവാടിയിൽ പോകുന്ന കുട്ടികൾക്ക് അവരുടെ ചുറ്റുപാടുകളുമായി, നിലവിലെ ചുറ്റുപാടുകളുമായി കുറച്ചുകൂടി ഇണങ്ങി വരാൻ കഴിയുന്ന തരത്തിലുള്ള സിലബസ് ആയിരിക്കും പരിഷ്കരിച്ച സിലബസ് എന്നുള്ള കാര്യം തന്നെയാണ് വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് എന്തായാലും അറിയുവാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഈ വരുന്ന ഡിസംബറോടുകൂടി തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും അവസാനിപ്പിക്കും. അതിനുശേഷം ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഈ അംഗൻവാടി പ്രവർത്തകർക്ക് പുതിയ സിലബസുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിംഗ് ഒക്കെ നൽകി അടുത്ത അധ്യയന വർഷം മുതൽ ഇത് നിലവിൽ കൊണ്ടുവരാനുള്ള ഒരു ദ്രുതഗതിയിലുള്ള നീക്കത്തിൽ തന്നെയാണ് വകുപ്പുള്ളത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടി മന്ത്രി എന്തായാലും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അംഗനവാടിയിൽ പുതിയ പാഠ്യ പരിഷ്കരണം നടപ്പിലാക്കുന്നു എന്നതാണ്. 2015 ശേഷം ആദ്യമായിട്ടാണ് പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. സാന്ത്വന സജുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.